ജീവിക്കാനുള്ള അവകാശത്തിന്റെ ഭാഗമാണ് പരിസ്ഥിതി സംരക്ഷണം. അതല്ലാതെ സുഗതകുമാരിക്കോ RBG മേനോനോ MP പരമേശ്വരനോ MK പ്രസാദിന്റെയോ കുത്തകയൊന്നല്ല. അത് മണ്ണിൽ പണിയെടുക്കുന്ന, ദുരിതമനുഭവിക്കുന്ന, അധ്വാനിക്കുന്ന മുഴുവൻ ആളുകളുടെയും അവകാശത്തിന്റെ ഭാഗമാണ് പരിസ്ഥിതി നിലനിർത്തുക എന്നുള്ളത്. ആ ഒരു വർഗപരമായ രാഷ്ട്രീയം അതിനുണ്ട്. അതുകൊണ്ട് അവര് ആ പരിസ്ഥിതിയിൽ മാത്രം നിന്നാൽ പോരാ, മറ്റ് വിഷയങ്ങളിൽ ബാലവേദി പ്രവർത്തനങ്ങളിലും വനിതാ പ്രവർത്തനങ്ങളിലും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലും ഇതിലൊക്കെ ചേർന്നതാണ് പരിസ്ഥിതി, അല്ലേ? അല്ലാണ്ട് പരിസ്ഥിതിക്ക് മാത്രമായിട്ട് ഒരു കമ്പാർട്ട്മെന്റ് ഒന്നുമില്ല. ഇതിനെല്ലാം കൂടി ചേർന്നതാണ്, സമഗ്രമായി കാണുക എന്നതാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ കാഴ്ചപ്പാട്. ആ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിജയിപ്പിക്കുന്നതിന് ജില്ലാ കമ്മിറ്റിയും മേഖലാ കമ്മിറ്റിയും ഒന്നും അല്ലാത്ത ആളുകളും വികേന്ദ്രീകൃതമായിട്ടുള്ള പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തിയെങ്കിൽ മാത്രമേ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന് കണ്ണൂർ ജില്ലയിൽ തലയുയർത്തിക്കാൻ പറ്റും. ജില്ലാ കമ്മിറ്റിയുണ്ട്, സംഘടനാ കമ്മിറ്റിയുണ്ട്, അവർ ഇടയ്ക്കിടയ്ക്ക് യോഗം കൂടുന്നുണ്ട്. അവർക്ക് ഇതെല്ലാം കൂടി ജില്ലയിൽ മൊത്തത്തിൽ എത്ര പഞ്ചായത്തുണ്ട്? 80 ഉണ്ട്, 81 പഞ്ചായത്ത്. എല്ലാ പഞ്ചായത്തും എത്തിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ചുമതലക്കാരായിട്ടുള്ള മേഖലാ കമ്മിറ്റി, അവിടുത്തെ ചുമതലക്കാര്, വിവിധ വിഷയസമിതിക്കാര്, ഇവര് വളരെ സജീവമായി വികേന്ദ്രീകൃതമായി ഈ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുകയും ജില്ലാ കമ്മിറ്റിയായിട്ട് ഏകോപിപ്പിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ കണ്ണൂർ ജില്ലയിൽ ശാസ്ത്രബോധത്തിൽ അധിഷ്ഠിതമായ പ്രവർത്തനം ബഹുജനങ്ങളുടെ മൊത്തം പ്രവർത്തനത്തിന്റെ സന്ദേശമാക്കി മാറ്റാൻ പറ്റും. അതാണ് നമുക്ക് ചെയ്യേണ്ടത്. ഈ ഒരു കാഴ്ചപ്പാട് വെച്ചുകൊണ്ടാണ് സുവർണജൂബിലി പരിപാടികൾ നമ്മൾ ചിട്ടപ്പെടുത്തിയത്. പ്രദീപ് മാഷ് വാചരിച്ച് നോക്കുന്നുണ്ട്, ഞങ്ങൾക്ക് കൂടുതൽ തത്വ പോകാനുണ്ട്. സ്വകാര്യ പരിപാടിക്കൊന്നല്ല, നമ്മളെ സുഹൃത്ത് സംഗമത്തിലാണ്. എവിടെയാണ് പോകുന്നത്? വെള്ളശ്ശേരി. വേണം മറ്റൊരു കേരളം എന്ന ക്യാമ്പയിനിൽ നമ്മൾ ഉന്നയിച്ച കാര്യങ്ങളാണ് സുവർണ ജൂബിലി. ഇവിടെ എത്ര സമയത്ത് ചുരുക്കി പറയാം. അതല്ലേ എന്നോട് ഉദ്ദേശിക്കുന്നത്. എനിക്ക് കുഴപ്പമില്ലെന്ന് അറിയാം. നമ്മളൊരു കഷ്ണം പറഞ്ഞ് ഒരു നേർച്ച നടത്തി പോയാൽ ആളുകൾക്ക് ഇതിന്റെ എന്താണെന്ന് മനസ്സിലാവണ്ടായിരിക്കും. അത് മനസ്സിലാവണമെന്നുള്ള ഒരു ആഗ്രഹമാണ് എന്നെ ഇങ്ങനെ പറയിപ്പിക്കുന്നത്. ശരിയല്ലേ പറഞ്ഞു? നിങ്ങൾക്കിപ്പോ അത് പ്രശ്നമല്ലേ? കാരണം ശരി, പ്രസിഡന്റിന്റെ പ്രശ്നമാണ്. അപ്പം പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, വേണം മറ്റൊരു കേരളത്തിലൂടെ നമ്മൾ ഉന്നയിച്ച ഒരു സാംസ്കാരിക, രാഷ്ട്രീയ, സാമ്പത്തിക കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടുള്ള ഫ്രെയിമിലാണ് നമ്മുടെ 50ാം വാർഷികത്തിന്റെ പരിപാടികൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. 3 തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അതിനുള്ളത്. 3 തരത്തിലുള്ള നമ്മൾ പേടിക്കൊന്നും വേണ്ട, അതാണ് നമ്മൾ ചെയ്യുന്ന പണികൾ തന്നെ. ഒന്ന്, പ്രാദേശിക തലത്തിൽ നമുക്ക് ചെയ്യാവുന്ന പ്രാദേശികമായ പ്രവർത്തകർ മുൻകൈ എടുത്ത് ആസൂത്രണം ചെയ്ത് വിജയിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ. 2, സംസ്ഥാനവും ജില്ലയും മേഖലയും പ്രാദേശിക പ്രവർത്തകരും ചേർന്ന് നടത്തും. ഉദാഹരണത്തിന്, സംസ്ഥാനത്ത് ഒരു കലാകാരം നടത്തും. സംസ്ഥാനത്തായിട്ട് വേണ്ടി സ്ക്രിപ്റ്റ് ഉണ്ടാക്കുക, കലാകാരന്മാരെ വിളിക്കും. പക്ഷെ അത് നടത്തി വിജയിപ്പിക്കുന്ന ആരൊക്കെയാണ്? ജില്ലാ കമ്മിറ്റി, മേഖലാ കമ്മിറ്റി, പ്രാദേശികമായ യൂണിറ്റുകളൊക്കെയാണ്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ. സംസ്ഥാനം മാത്രം നടത്തുന്ന ചില കാര്യങ്ങൾ, വികസന കോൺഗ്രസ് നടത്തുക, സംസ്ഥാന തലത്തിലുള്ള ചില സെമിനാറുകളും കാര്യങ്ങളും നടത്തുക, പുസ്തക പ്രസിദ്ധീകരണം നടത്തുക, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെയാണ്. പ്രാദേശികമായ ഇടപെടലും മറ്റു കാര്യങ്ങളും ഒക്കെ നടത്തേണ്ടത് പ്രാദേശികമായിട്ടാണ്. ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ മേഖലകളെ ശക്തിപ്പെടുത്തിയാൽ മാത്രമേ പരിഷത്താവൂ. അത് നമ്മുടെ ഹൃദയം അവിടെയാണ്, മേഖലയിലാണ്. ഹൃദയം അവിടെയാണ്. അവിടെ നിന്നാണ് എല്ലാ രക്തക്കൊഴലുകളിലേക്കും രക്തം പമ്പ് ചെയ്യുന്നതും ശുദ്ധീകരിക്കുന്നതും തിരിച്ചു വരുന്നതും ഒക്കെ ഹൃദയത്തിലാണ്. ഹൃദയത്തിൽ എന്തെങ്കിലും അപാകത പറ്റിപ്പോയാൽ പരിഷത്തിന് പ്രവർത്തനം വേണ്ടാതെ, അല്ലെങ്കിൽ നല്ലതല്ലാണ്ടായി. അതുകൊണ്ട് മേഖലകൾക്ക് നേതൃത്വമുള്ള പരിപാടികളാണ് 50ാം വാർഷികത്തിലെ പരമപ്രധാനമായ പരിപാടി. അതിലൊന്ന് നവകേരള ഉത്സവം എന്ന് പറയുന്ന ഒരു പരിപാടിയാണ്.